ചേച്ചിയുടെ പേരെന്താണ്? ഏതിടവകയിൽ നിന്നാണ് കടന്നു വരുന്നത്? ഈ റൂഹ ധ്യാനത്തിൽ വന്നതിന് ശേഷം ചേച്ചിയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? എൻ്റെ പേര് മേഴ്സി എന്നാണ്. ഞാൻ ഏറ്റുടുക്കൽ ലൂർദ് മാതാ മലങ്കര പള്ളിയിൽ നിന്നാണ് വരുന്നത്. ഈ റൂഹ ധ്യാനത്തിന് വരാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചതല്ല. ഞാൻ പല ഹോസ്പിറ്റലുകളിലും പോയി മടങ്ങി എൻ്റെ കിഡ്നിയുടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. എനിക്ക് നടുവേദന തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ഞാൻ ഇവിടെ മിമിക്സിൽ മുതൽ ഇനി പോകാത്ത കോഴിക്കോട് മിമിക്സ് തൊട്ടിട്ട് ഇങ്ങനത്തെ എല്ലാ ഹോസ്പിറ്റലുകളും ഞാൻ പോയി മടുത്തു. അവസാനം ഡോക്ടർ എന്നോട് പറഞ്ഞു, ഓപ്പറേഷനല്ലാതെ ഒരു വഴിയില്ല, ഓപ്പറേഷൻ വിജയമാണെന്ന് ഡോക്ടർ പറഞ്ഞെങ്കിലും എൻ്റെ കിഡ്നിയുടെ ഓപ്പറേഷൻ, എൻ്റെ യൂട്രസ് ഇല്ല, ഓവറി ഇല്ല, അങ്ങനെ എല്ലാം എനിക്ക് 4-5 ഓപ്പറേഷൻ എനിക്ക് വേറെ കഴിഞ്ഞതുകൊണ്ടും എനിക്ക് ഈ നട്ടെല്ലിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കില്ല എന്നുള്ളൊരു പ്രയാസം മനസ്സിലുള്ളതുകൊണ്ടും അന്ന് തൊട്ട് രാത്രിയുടെ യാമങ്ങളിലൊക്കെ ഉണർന്നിങ്ങനെ കർത്താവിനോട് നിലവിളിക്കും, എൻ്റെ കർത്താവേ, എനിക്കൊരു ഓപ്പറേഷൻ നീ വിധേയാക്കല്ലേ, എന്നെ ഓപ്പറേഷനായിട്ട് നീ എന്നെ വഴി കൊണ്ടുപോകല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിക്കും. എൻ്റെ മക്കളെല്ലാം കൂടി തീരുമാനിച്ചു, ഡിസംബർ ക്രിസ്മസ് കഴിഞ്ഞിട്ട് നമ്മൾക്ക് ഓപ്പറേഷൻ ചെയ്യാം, പൈസ 2 ലക്ഷം രൂപ അവിടെ കെട്ടി വെക്കണം, അപ്പോൾ പൈസയും വേണമല്ലോ, എല്ലാം വേണം, മക്കൾക്ക് ലീവും വേണമല്ലോ. അന്നേരം എൻ്റെ മക്കൾ അങ്ങനെ തീരുമാനിച്ചു. ഞാൻ ഒന്ന് തലയാട്ടിയിട്ട് ഈശോയുടെ മുമ്പിൽ പോയി എന്ന് കരയും. അങ്ങനെ ഞാനിങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്നലെ എനിക്ക് ഇവിടെ കിട്ടാനുള്ള അനുഭവം, ഞാൻ ബ്രദറിനെ കണ്ടിട്ടില്ല, ഇവിടെ വന്നതിന് ശേഷമാണ് കാണുന്നത്. ഞാനിവിടെ വന്ന് എനിക്ക് കാലിൻ്റെ അടി തൊട്ടിട്ട് ഇങ്ങനെ ഒരു പെരുപ്പ് മേലോട്ട് കയറി. അന്നേരം ഞാൻ ആ ചേച്ചി എന്നെ കൈ പിടിക്കുമെന്ന് ചോദിച്ചു. എന്നാൽ ചേച്ചിയുടെ കൈ പിടിച്ചു. ഞാനോ മുടന്തി, അടുത്ത മുടന്തിനെയും കൂടി ഞാൻ പിടിച്ചിട്ട് ഞാനിവിടെ നിന്നു. അന്നേരം ഈ ബ്രദർ പറയുകയാണ്, വിധവയുടെ നിലവിളി, കർത്താവ് വിധവയുടെ നിലവിളി കേൾക്കുന്നു. ഞാൻ വിധവയാണെന്ന് എങ്ങനെ അറിഞ്ഞു എൻ്റെ ബ്രദർ? അതാണ് എനിക്ക് ഏറ്റവും എന്നെ ഫീൽ ചെയ്തത്. ബ്രദറിനെ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കൗൺസിലിങ്ങിന് പോയിട്ടൊരു വിധവയാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എങ്ങനെ ഞാൻ വിധവയാണെന്ന് അറിഞ്ഞു? അതെനിക്ക് ഇവിടുന്ന് അവിടം വരെ ഞാൻ നടന്നു. ഞാൻ ഇതുവരെ എൻ്റെ മക്കൾ ആരെങ്കിലും ഇല്ലാതെ വീട്ടിൻ്റെ മുറ്റത്ത് കാറിൽ കയറുന്നു, പള്ളിയുടെ മുറ്റത്ത് പോയി ഇറങ്ങുന്നു, വീണ്ടും കാർ വീട്ടത്ത് വന്ന് ഇറങ്ങുന്നു, എവിടെയെങ്കിലും ഹോസ്പിറ്റലിൽ പോകണം, ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ പോയി ഇറങ്ങുന്നു. ഇങ്ങനെയാണ് ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഒത്തിരി വിഷമിച്ചെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ കൃപകൾ കിട്ടി. ഞാൻ എല്ലാവരോടും പറയട്ടെ, ഞാനൊരു വിധവയാണ്. ഞാൻ 9 വയസ്സ് തൊട്ട് കൂലിപ്പണി റബ്ബർ ടാപ്പിംഗ് ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ ഭർത്താവ് മരിച്ചു. എൻ്റെ 16-ാമത്തെ വയസ്സ് എൻ്റെ കല്യാണം കഴിഞ്ഞു. 24-ാമത്തെ വയസ്സ് എൻ്റെ ഭർത്താവ് മരിക്കുന്നു. 4 കുഞ്ഞുങ്ങളെയും കൊണ്ട് ഏത് വഴിക്ക് പോകണമെന്ന് എനിക്കറിയില്ലായിരുന്നു. കുഴിയിൽ ചാടിയ ഒരു കൂട്ടത്തിൽ പോകണം, മരിക്കണം എന്നുള്ള അങ്ങനെ ചിന്തയിൽ ഒത്തിരി വേദനയോടുകൂടി ജീവിച്ച, എരികടലിന് നടുക്ക് ജീവിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. അത് എനിക്കിവിടെ പറയാൻ, കർത്താവിന് മുമ്പിൽ പറയാതിരിക്കാൻ പറ്റില്ല. ആന ഓടിച്ചിട്ട്, കൂട്ടത്തോടെ ആന റബ്ബർ ടാപ്പിംഗ് പോകുമ്പോൾ ഓടിച്ചിട്ട് വീണിട്ടാണ് എൻ്റെ ഈ പല്ലുകളെല്ലാം പോയിരിക്കുന്നത്. കർത്താവ് തരാത്തൊരു പല്ല് എനിക്ക് വേണ്ടാന്ന് വെച്ചാൽ പല്ല് വെക്കാൻ പറഞ്ഞിട്ട് പോലും ഞാനൊന്നും സമ്മതിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ഒത്തിരി ത്യാഗത്തിലൂടെ കടന്നുപോയി. എന്നിട്ട് ഡോക്ടർ എന്നോട് പറഞ്ഞു എന്താണെന്ന് ചോദിച്ചാൽ 90% സക്സസ് ആണ്, എങ്കിലും മലദ്വാരം ഇത് തരാൻ പറ്റില്ല. കിടന്ന കിടപ്പിൽ ചിലപ്പോൾ മലം പോയെന്ന് വരാം, യൂറിൻ അറിയാതെ പോകും. പിന്നെ അതുപോലെ തന്നെ ചെയ്തില്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ യൂറിൻ നടക്കുന്ന വഴിയിൽ കൂടി പോകും. ഉടമ്പി നടന്നാലും വടി കൊണ്ട് നടന്നാലും നടന്ന വഴിയിൽ കൂടി യൂറിനും മലവും പോകും എന്നാണ് പറഞ്ഞത്. ഇതാണ് എൻ്റെ മനോവിഷമത്തിന് കാരണം എൻ്റെ മക്കളെ ബുദ്ധിമുട്ടിച്ചിട്ട് ഞാൻ എൻ്റെ മക്കളെ അതുപോലെ വളർത്തിയിട്ട് ഇനി വയസ്സാം കാലത്ത് അവരെ ബുദ്ധിമുട്ടിക്കാൻ എനിക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടും ഞാൻ മനോവേദനയോടെയാണ് ഇവിടെ ഇങ്ങനെ കടന്നു വരാൻ ആഗ്രഹിച്ചില്ല. കോട്ടയിൽ സജിത്ത് ജോസഫിൻ്റെ ധ്യാനത്തിന് പോകുന്നു. അമേരിക്കയിലുള്ള എൻ്റെ ഒരു പെങ്ങളുടെ മകൻ വിളിച്ചു പറഞ്ഞു, അവനെനിക്ക് പൈസ ഇട്ട് തന്നു. എന്നിട്ട് ഞാൻ സജിത്ത് ജോസഫിൻ്റെ അടുത്ത് പോകാൻ തയ്യാറാണ്. ഒരു മനുഷ്യരില്ല, പോട്ടെ, എനിക്ക് ആരും ആശ്രയമില്ലാതെ പോകത്തില്ലല്ലോ. അതുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ എൻ്റെ മരുമകളുടെ അമ്മ പറഞ്ഞു, ഈ മുറ്റത്ത് കിടക്കുന്ന ധ്യാനത്തിന് വാ, ഇവിടെ നമുക്കൊന്ന് പോയിട്ട് ചേച്ചിക്ക് ബോട്ടയ്ക്ക് പോകാമെന്ന്. ഇനി ഞാൻ ഒരു ബോട്ടയ്ക്കും പോകില്ല, എൻ്റെ കഴിയുന്നത്ര ഇവിടെ ഞാൻ ധ്യാനം കൂടുകയുള്ളൂ. ദൈവം എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇന്നലെ ബ്രദർ എൻ്റെ കാലെല്ലാം അടി ഇങ്ങനെ വിരലൊക്കെ ഇരിക്കുന്ന എല്ലാവരും കണ്ടില്ലേ, ഇതാ എൻ്റെ കാലിൻ്റെ അടി അങ്ങനെ ഇപ്പോഴും മരച്ചിരിക്കുകയാണ്. ഇന്നലെ ബ്രദർ തൊട്ടതിന് ശേഷം കുറേശ്ശെ അടിയിൽ വേദന വന്നു. ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു, ഞാൻ വീട്ടിൽ ചെന്ന് ഇതേപോലെ പ്രത്യാശയോടെ യേശുവിൽ അർപ്പിച്ച് ജീവിച്ചാൽ ഞാൻ ഇനി ഓടി നടന്ന് ഇവിടെ വരുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ.
ഒരു തണുപ്പിങ് കയറി. ആ. ആ തണുപ്പിങ് കയറി മേലോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും തല അഗ്നി പോലെ പർവ്വതം തന്നെ. ആ. എന്റെ ചുറ്റും തീയാണ്. ആ. ആ തീയുടെ നടുവില് ഇങ്ങോട്ട് കുറച്ച് നീങ്ങിക്ക്. പറഞ്ഞു. എന്റെ ചുറ്റും തീയാണ്. ആ തീയുടെ നടുവിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല. ഞാൻ അവിടെ ഇങ്ങനെ പ്രവഹിക്കുന്ന ജ്വലിക്കുന്ന തീയുടെ നടുവിലാണ് നിന്നത്. ഒരു പഞ്ഞിക്കെട്ട് പോലെ ഞാനല്ല, എന്റെ ശരീരത്തിൽ ഞാനായി ആത്മാവായി മാറി. ഒരു പഞ്ഞിക്കെട്ട്. എനിക്ക് ഭാരമില്ല. ഞാനിപ്പോ വെറും ഫ്രീ ആയി. ഹല്ലേലൂയ. ചേച്ചി ധാരാളമായി അനുഗ്രഹിക്കട്ടെ കേട്ടോ.